വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായ ഒരു ഡിഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, അതായത് ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ, പിന്നെ വന്നിട്ട് മഷ്റൂംസ്, പിന്നെ ബ്രോക്കലി, അതുപോലെ ഞാൻ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജാസ്മിൻ റൈസാണ്. ഇതൊരു ചൈനീസ് റൈസാണ്. അപ്പോൾ ഇതും നമ്മുടെ ബസ്മതി റൈസ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതിന് പകരം ബസ്മതി റൈസ് കുക്ക് ചെയ്തെടുത്താൽ മതി. അതും ഈ സ്റ്റൂവിൻ്റെ കൂടെ നല്ല ചേർച്ചയാണ്. അപ്പോൾ അത് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ വെജിറ്റബിളും നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ ഗ്രീനും വൈറ്റും പോർഷൻസ് സെപ്പറേറ്റ് ചെയ്ത് വരണം. അതിൻ്റെ വൈറ്റ് പോർഷൻസിന് ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും, വഴറ്റി തുടങ്ങുമ്പോൾ തന്നെ ചേർക്കും. അതേപോലെ ഗ്രീൻ പോർഷൻ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതിൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഗ്രീൻ പോർഷനോടെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതായി നുറുക്കിയെടുത്തോ. ഇനി അതേപോലെ നമുക്ക് സ്റ്റൂവിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കാം. അതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. ഇല്ല എങ്കിൽ നോർമൽ ഷുഗർ ചേർത്തോ. ഇത് ഞാനിനി ഇതിൽ ചേർക്കുന്ന പീനട്ട് ബട്ടറാണ്. 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അടുത്തത് ഗാർലിക് പൗഡറാണ്. അതും ഒരു 1/4 ടീസ്പൂൺ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഒരു ചെറിയ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സെസ്മേ ഓയിൽ, 1 ടീസ്പൂൺ വൈറ്റ് വിനെഗർ, 1 ടേബിൾ സ്പൂൺ തേന്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഉടയ്ക്കണം. ഞാൻ ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളകി കിട്ടും. എല്ലാ കട്ടകളും ഉടഞ്ഞ് നല്ല വൃത്തിക്ക് അതൊന്ന് ഉടഞ്ഞു കിട്ടും. അതേപോലെ പീനട്ട് ബട്ടറും ഹണിയൊക്കെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്താലേ അത് ഉടഞ്ഞു പോകത്തുള്ളൂ. അതപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു പാനിൽ ഒരു 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബസ്മതി റൈസാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ 1 കപ്പിന് 2.25 കപ്പ് എന്ന കണക്കിൽ എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ജാസ്മിൻ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ വെള്ളം ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വിടാം. വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൂടി അടച്ചു വെച്ച് അരി വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് സ്റ്റൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം.
ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, വലിയ പച്ചമുളകാണത്, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് ബട്ടൺ മഷ്റൂമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മഷ്റൂം യൂസ് ചെയ്യാം. ഷിറ്റാക്കെ മഷ്റൂം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും അതിലെ ബെസ്റ്റ് ചോയ്സ്. ഇവിടെ ഞാൻ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ആദ്യം സോസൊക്കെ എടുത്തില്ലേ, അതിൽ തന്നെ ഹോയിസിൻ സോസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിനെഗർ, ചില്ലി സോസ് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സോയാ സോസ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മഷ്റൂം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിനിയും ബാക്കിയുള്ള വെജിറ്റബിളൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ബോള് ബ്രോക്കലി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെ അതിൽ കിട്ടിക്കോളും. ഇതിലേക്ക് ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ പകുതി ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് പറയുകയാണ് ഒരു 1/3 കപ്പ് ക്യാപ്സിക്കം ഉണ്ടാവും. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ ക്യാപ്സിക്കവും 1/3 വെച്ചിട്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വിടാം. ഇവിടെ റൈസ് ഒന്ന് കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ ആകാനുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. നോക്കിയതിന് ശേഷം വീണ്ടും നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിലേക്ക് നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇനി ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ റൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുക. ചൈനീസുകാരുടെ റൈസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒട്ടിയിട്ടാണ് ഇരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ സുഷിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ റൈസ് തമ്മിൽ നല്ല സ്റ്റിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഈ സ്റ്റൂവിൽ ഇനി കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് ആവശ്യത്തിനൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഗ്രീൻ ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച ഭാഗമാണ്, അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആ സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആ ഗ്രീൻ ഓണിയൻ ആ ഒരു ആവി തന്നെ അത് ഒന്ന് കുക്കായി കിട്ടിക്കോളും. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ആ റൈസിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ
നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുക കമൻ്റായിട്ട്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട യൂട്യൂബ് ചാനൽ. അതേപോലെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.